Hi everyone, welcome to another video of mine. My name is Lija June. ഞാൻ ഇന്നൊരു കഥ പറയാം. അതായത് കുറേ നാളുകൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ്റെ പേര് മനു എന്നാണ്. ഈ മനുവിന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഈ മനു കുറേ നാളുകളെടുത്ത് അവൻ്റെ കോളേജിലെ ഡിഗ്രി പഠനത്തിനിടയ്ക്ക് അവൻ്റെ ബുക്ക് എഴുതി പൂർത്തിയാക്കി. എന്നിട്ട് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മനു കോളേജിനടുത്ത് തന്നെ ഉള്ള ഒരു പബ്ലിഷറിൻ്റെ അടുത്തേക്ക് അവൻ എഴുതിയ ബുക്കിൻ്റെ ഹാൻഡ് റിട്ടൺ കോപ്പിയുമായിട്ട് ചെല്ലുവാണ്. എന്നിട്ട് അവൻ അവിടെ കൊടുത്തു. അപ്പോൾ ഈ ഒരു പബ്ലിഷർ എന്ന് പറഞ്ഞാൽ മനുവിനെ പരിചയമുള്ള ഒരു ആളാണ്, മനുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ മനുവിൻ്റെ കഴിവിനെ പറ്റിയും മനുവിൻ്റെ കാലിബറിനെ പറ്റിയൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. മനുവിൻ്റെ എഴുത്തിനെ പറ്റിയൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് ഈ ഒരു പബ്ലിഷർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ ബുക്ക് ഈ മനു എഴുതിക്കൊണ്ട് വന്ന ആ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി എന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മനു ഇത് നീ എഴുതിയതാണോ? അപ്പം മനു പറഞ്ഞു, അതെ ഞാൻ എഴുതിയതാണ്, എന്ത് പറ്റി? അപ്പം ഇയാൾ ചോദിച്ചു, നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് എഴുതാൻ കഴിയത്തില്ലേ? അപ്പം മനു ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, കഴിയും. അപ്പോൾ ഇയാൾ വീണ്ടും പറഞ്ഞു, എങ്കിൽ പിന്നെ നിനക്ക് ഒന്നും കൂടി മികച്ച ഒരു കഥ എഴുതിക്കൊണ്ട് വന്നൂടെ? ഇത് ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നിനക്ക് കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം മനു അത് അക്സെപ്റ്റ് ചെയ്തു. ശരി, ഓക്കെ, ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ മനു വീണ്ടും ഇത് കൊണ്ടുപോയി ഒരു 6 മാസത്തെ പ്രയത്നത്തിന് ശേഷം വീണ്ടും മനു കൊണ്ടുവരുവാണ് ഈ ഒരു പബ്ലിഷറിൻ്റെ അടുത്ത്. അപ്പോൾ ഇയാൾ വീണ്ടും ഇത് വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, മനു ഞാൻ വീണ്ടും പറയാണ്, നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പം മനു അത് വാങ്ങിച്ചു. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് എഴുതാൻ സാധിക്കും എന്ന് എനിക്കും ഉറപ്പുണ്ട്. അങ്ങനെ മനു എന്ത് ചെയ്തു, ഇത് വീണ്ടും കൊണ്ടുപോയിട്ട് 1 വർഷം കൂടെ എടുത്തു. എന്നിട്ട് മനു വീണ്ടും കൊണ്ടുവന്ന് ഈ സെയിം ആളുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. വേണ്ട ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇയാൾ മൂന്നാമതും ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മനു ഞാൻ വീണ്ടും പറയാണ്, നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ മനുവിന് നല്ല ദേഷ്യം വന്നു. മനു അത് അയാളുടെ കയ്യിൽ നിന്ന് ദേഷ്യപ്പെട്ട് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതാണിപ്പോൾ എൻ്റെ ഏറ്റവും മികച്ച നിലവാരം. ഇതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എഴുതാൻ പറ്റും, ഇതിനേക്കാളും മികച്ചതായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇത് മികച്ചത് തന്നെയാണ്. ഇതിനിപ്പോൾ തൽക്കാലം മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇതിന് ആവശ്യത്തിനുള്ള എല്ലാ ക്വാളിറ്റീസും ഇപ്പോൾ ഇതിനുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ടത്. ഞാൻ പലതവണ ഇത് റിവൈസ് ചെയ്തു, പലതവണ ഇതിൽ വേണ്ട ചേഞ്ചസ് കൊണ്ടുവന്നു, ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഇതിൽ കാര്യമായിട്ടൊന്നും വരുത്താനില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബുക്കിന് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പബ്ലിഷർ പറഞ്ഞു, ശരിയാണ്, എങ്കിൽ ഞങ്ങളിത് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മനു സന്തോഷത്തോടെ അതവിടെ കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അതായത് ഈ കഥയിലൂടെ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, നമ്മളൊക്കെ പലരും ചില കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഓക്കെ ഇത് മതി, ഇതെനിക്ക് നല്ലതായിരിക്കും എന്ന് തീരുമാനിക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷേ എല്ലാത്തിൻ്റെയും മികച്ചത് നോക്കിയെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ക്ഷമ വേണം, കഴിവ് വേണം, ഒരു പ്രത്യേക നിരീക്ഷണ ബോധം വേണം. അത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാവാം, നമ്മളെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനമാകാം, എന്തുമാകാം, നമ്മുടെ കരിയർ ആവാം, നമ്മുടെ പഠനമാകാം, നമ്മുടെ എന്ത് കാര്യവും നമുക്ക് ഫസ്റ്റ് ഒറ്റ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആ മേഖലയിൽ വിജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്യാൻ പാടില്ല. അതിനെ നമുക്ക് ആവശ്യമുണ്ടോ, നമുക്കതിനെ ആവശ്യമുണ്ടോ, ഇതെല്ലാം നോക്കണം. നമുക്ക് എത്രത്തോളം അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും, എത്രത്തോളം നമുക്കതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, നമുക്കതുകൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് എന്തുമാത്രം പ്രയോജനം നമ്മളിലൂടെ അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം നമ്മൾ ആലോചിക്കണം, കണ്ടുപിടിക്കണം. അതിനേക്കാളും മികച്ചത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് വ്യക്തികളെ നമ്മൾ ഇവരെക്കാളും മികച്ചത് ഇവരാണ് അങ്ങനെ കമ്പയർ ചെയ്യണം എന്നല്ല. പക്ഷെ ചില സമയത്ത് കമ്പാരിസൺസ് ഒക്കെ നല്ലതാണ്. നമ്മളുടെ ഒരു ലെവൽ നമുക്കറിയാം. ആ ഒരു ലെവലിനനുസരിച്ചുള്ള ഒരു ഇപ്പം ലൈഫ് പാർട്ട്ണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയുള്ള ഒരാളിനെയാണ് ആവശ്യം. അപ്പം നമ്മുടെ മുന്നിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ലെവൽ അറിയാം, നമ്മളുടെ വീക്ക്നെസ് അറിയാം, നമുക്ക് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണറിൽ നിന്ന് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യം, നമുക്ക് എന്തൊക്കെ ഒരു ഫ്രണ്ടിനെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും,
ഇങ്ങോട്ട് വാങ്ങിക്കുന്ന മാത്രം പോരല്ലോ, അങ്ങോട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതിപ്പം നമ്മളുടെ ടൈം ആവാം, നമ്മളുടെ അറിവാവാം, നമ്മൾക്ക് എന്താണോ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വിഷമിച്ചിരിക്കുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ അത് കേട്ടിരിക്കാൻ, ഇതൊക്കെ നമുക്ക് കഴിയുമോ? അതുപോലെ തന്നെ ഈ ആവശ്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവില്ലേ? അപ്പം അതിനെല്ലാം നമുക്ക് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ, നമ്മളെയും അതുപോലെ തന്നെ അവരെയും? ഇതെല്ലാം നമ്മൾ നോക്കണം, അതുപോലെ തന്നെ ചിന്തിക്കണം. ഇതിപ്പോൾ വ്യക്തികളുടെ കാര്യം മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കരിയർ ആവാം, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന എന്ത് ഡിസിഷനും ആവാം. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒറ്റ കാര്യം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്നു, കണ്ടെത്തുന്നു എന്ന് കരുതി നമുക്കും അത് വർക്ക് ആവണം എന്നില്ല. സോ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഡിസിഷൻ എടുക്കുന്നതിന് മുൻപും നല്ലപോലെ ചിന്തിക്കുക, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ വന്നിട്ട് പഠിക്കാം എന്നുള്ള തീരുമാനം വളരെ മോശമാണ്. അത് നമ്മളുടെ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം, നമ്മളുടെ മെൻ്റൽ സ്റ്റേറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ചുറ്റും ഒബ്സർവ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക, നല്ലതിനെ കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.